ഹലോ ഗായ്സ്, ഒരുപാട് സന്തോഷത്തോടെ കേട്ടോ ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. തമ്മിൽ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. കല്യാണിയുടെ ഒരു റീൽ ഞാൻ എൻ്റെ ചെറിയൊരു വേർഷൻ ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ വന്നിട്ട് 5 മില്യൺ ഇപ്പോൾ കാഴ്ചക്കാരായിട്ടോ. ആ വീഡിയോയിൽ സാനിയ അയ്യപ്പൻ ഡാൻസറും ആക്ടറും മോഡലൊക്കെ ആയ സാനിയ അയ്യപ്പൻ വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗൈസ് ഒരുപാട് സന്തോഷമായത് കാണും. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ട്രെൻഡിങ് സോങ് അല്ലേ, എപ്പോഴും കളിക്കുന്ന പോലെ അങ്ങനെ കളിച്ചു പോയത്. ഇത്ര പെട്ടെന്ന് തന്നെ ഇത്രയും അധികം റീച്ച് ആവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. എന്താ പറയുക, എൻ്റെ ഒരു 3-4 വർഷത്തെ ഒരു കഷ്ടപ്പാടിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് ഞാനതിനെ കാണുന്നത് കേട്ടോ. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് സോഷ്യൽ മീഡിയയിലെ ഒരുപാട് ആൾക്കാർ, ഞാൻ ഓരോരുത്തരെയായിട്ട് ഞാൻ എടുത്തു പറയുന്നില്ല കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ അതിൻ്റെയൊക്കെ റീലിൽ നമ്മൾ ഫീഡിലൊക്കെ വരുമ്പോൾ കണ്ട് ആസ്വദിച്ചിട്ട് ലൈക്കൊക്കെ കൊടുത്ത് കാണുന്നവർ നമ്മുടെ, അതായത് എൻ്റെ ഒരു ഡാൻസ് റീലിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക, എനിക്കൊരു ലോട്ടറി അടിച്ചോലെ എന്താ വെച്ചാൽ എൻ്റെ കിളി പോയി ഇല്ലൊക്കെയോ. ഞാനത് സത്യം പറഞ്ഞാൽ എൻ്റെ സന്തോഷം എനിക്ക് എങ്ങനെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യേണ്ടത് സത്യം എനിക്കറിയില്ല. ഇവരിനൊക്കെ നമ്മൾ ഇതിന് ലോങ് വീഡിയോസ് ആയാലും ഷോർട്ട് വീഡിയോസ് ആയാലും ഒക്കെ ഇരുന്ന് കാണുന്നതാണ് കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ചെയ്തിട്ട് മനോരമ ഓൺലൈൻ മീഡിയയിൽ ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് എന്താ പറയുക, ഒരു അച്ചീവ്മെൻറ്റ് പോലെയാണ് എനിക്ക്. എന്ന് വെച്ചാൽ എന്നെയൊക്കെ സംബന്ധിച്ച് സാധാരണ ഒരു വീട്ടിൽ വേറെ ഒരു കാര്യം ചെയ്യാണ്ട് ഇങ്ങനെ ഒതുങ്ങിക്കൂടി നമ്മളിങ്ങനെ നമ്മുടെ കാര്യങ്ങളായിട്ട് പോകുമ്പോൾ ഒരു ചെറിയ ഇഷ്ടം കൊണ്ട് മാത്രം ചെയ്തു പോകുന്ന ഒരു ഡാൻസ്. എൻ്റെ ഒരു സപ്പോർട്ട് എൻ്റെ ഏട്ടനാണ് കേട്ടോ. ഏട്ടൻ നല്ലൊരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു എന്താ പറയുക, നിങ്ങളിലേക്ക് ഞാൻ എത്താൻ കഴിയുന്നത് എൻ്റെ ഏട്ടൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ ന്യൂസിലൊക്കെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ട്, അതിൻ്റെ ഒരു പോസ്റ്റർ ആയാലും എനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സന്തോഷം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ വീഡിയോയിൽ. ആ വീഡിയോ വന്നിട്ട് 2 മില്യൺ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അപ്ലോഡ് ചെയ്തത്, അതും 2 മില്യൺ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മുടെ മധുപാൽ സാറ് ഡയറക്ടർ ആക്ടറൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, അപ്പോൾ കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. സാറ് വന്നിട്ട് കൺഗ്രാജുലേഷൻ പറഞ്ഞപ്പോൾ എൻ്റെ പൊന്നോ, ഞാൻ ഇന്ന് രാവിലെയാണ് സാറിൻ്റെ കമൻറ്റ് കാണുന്നത് കേട്ടോ. താങ്ക് യു സോ മച്ച് സാർ. സാറൊന്നും ഈ വീഡിയോ കാണില്ല എന്നറിയാം, എന്നാലും നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യട്ടെ. ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ വിനീഷേട്ടൻ നമ്മുടെ ടീമേ നിന്ന് വിളിക്കില്ലേ, ബ്രോയൊക്കെ വന്നിട്ട് മെസ്സേജ് അയച്ചപ്പോൾ എൻ്റെ എന്താ പറയുക, സന്തോഷം കൊണ്ട് എനിക്ക് എൻ്റെ ഒരു 2 ദിവസം എന്ന് പറയുന്നില്ലേ, എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച 2 ദിവസമാണ്. വേറെ ഒന്നല്ല, ഞാൻ പറഞ്ഞല്ലോ 2-3 വർഷത്തിൻ്റെ 3-4 വർഷമായി ഇത് ചെയ്യുന്നു. ഞാനൊരു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഡെയിലി വീഡിയോസ് ഇടും. പക്ഷേ ഇത്രയ്ക്ക് അങ്ങോട്ട് ക്ലിക്കായൊരു വീഡിയോ അത് കല്യാണിയുടെ ഈ ഒരു ഡാൻസ് വേർഷൻ കളിച്ചിട്ടാണ് കേട്ടോ ഇത്രയും പേരിലേക്ക് എത്തിയത്. ഒരു 4 മില്യൺ വരെയാണ് എൻ്റെ റീല് എത്തിയിട്ടുണ്ട്. ഇതിന് മുന്നേ അന്ന് ഇതേപോലെ ഒരുപാട് പേര് സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് അതിനേക്കാളും മേലെ പോയിട്ടുണ്ട്. ഒരുപാട് പേര് ഫീഡ്ബാക്ക് അറിയിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് അതിൽ ഡയറക്റ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് നെഗറ്റീവ് കേട്ടിട്ടുണ്ട്. അത് എല്ലാവരും കേൾക്കും. സോഷ്യൽ മീഡിയ എന്നുള്ള പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന എല്ലാവരും പോസിറ്റീവായാലും അതിന് ചിലപ്പോൾ ഒരു ഇരട്ടിയായിരിക്കും നെഗറ്റീവ് കേൾക്കുക. എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നവർ ഒരുപാടുണ്ട്. അതുപോലെ നെഗറ്റീവ് വന്നിട്ടുണ്ട്. കൂടുതലും നിങ്ങൾക്ക് അറിയാൻ പറ്റും, കൂടുതലും എന്നെ പറഞ്ഞിട്ടുള്ളത് എൻ്റെ വീടിന് ചൊല്ലിയിട്ടും എൻ്റെ ഡ്രസ്സിന് ചൊല്ലിയിട്ടും 1-2 നെറ്റ് ഉണ്ടെങ്കിൽ ഞാനെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ എങ്ങനെയാണ് നിൽക്കുന്നത്, എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും എനിക്കിഷ്ടമാണ് ഡാൻസ് കളിക്കാൻ. അപ്പോൾ നമ്മൾ അതേ കോസ്റ്റ്യൂമിൽ തന്നെ ആയിരിക്കും നമ്മൾ ഡാൻസ് കളിക്കുന്നത്. നമുക്ക് എല്ലാ റീലും മാറ്റി ഡ്രസ്സ് മാറ്റാനോ സ്ഥലങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് മാറ്റാനൊന്നും എനിക്ക് കഴിയില്ല. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് പറയാറുണ്ട്. അത് ചിലപ്പോൾ നല്ലൊരു പോയിന്റിലൂടെയും പറയാറുണ്ട് കേട്ടോ. അവരുടെ സ്നേഹം നിലയ്ക്ക് പറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ ചിലവരെന്താ വെച്ചാൽ എനിക്ക് എപ്പോഴും ഈ ഡ്രസ്സ് തന്നെ ഉള്ളൂ, എനിക്ക് എപ്പോഴും നിൻ്റെ ഈ വീട് തന്നെ ഉള്ളൂ, എപ്പോഴും ഈ അടുക്കള തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള നെഗറ്റീവൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഡാൻസ് അതാണ് എൻ്റെ ഫോക്കസ്, ഫുൾ അതായിരുന്നു. ഡ്രസ്സോ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും ആയിരുന്നില്ല. പിന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഡാൻസ് ക്ലാസ് തുടങ്ങിക്കൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡാൻസ് ക്ലാസ് തുടങ്ങുന്ന പറഞ്ഞാൽ ഞാൻ ഡാൻസ് പഠിച്ചിട്ടില്ല. അപ്പോൾ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ഡാൻസ് പഠിച്ചിട്ടുണ്ടോ എന്ന്. അതിനുള്ള ഡാൻസും കൂടെ കേട്ടോ. ഞാൻ പഠിച്ചിട്ടില്ല. പഠിച്ച ഒരാൾക്ക്, ഒരു ഡാൻസറിന് നമ്മുടെ വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും നമ്മൾ ഡാൻസ് കളിച്ചിട്ടാണോ ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞുനാൾ മുതൽ ഡാൻസ് കളിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഡാൻസ് പഠിക്കാത്ത ഒരാൾ എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവർ, നമ്മൾ കുട്ടികളെ ആയാലും അതിനെ നമ്മളെങ്ങനെ പഠിപ്പിക്കുക. അപ്പോൾ ആദ്യം ഞാൻ ഡാൻസ് പഠിക്കണം, എന്നാലാണ് നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടില്ലേ, ഒരുപാട് താങ്ക് യു സോ മച്ച് ഗൈസ്. ഒരുപാട് നന്ദിയുണ്ട്. അതേപോലെ ഇന്നലെ 2 പേര് വന്നിട്ട് ഒരു ചെറിയൊരു ബൈക്കിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനും ഒരുപാട് സന്തോഷമുണ്ട്. ബുൾബുൾ മീഡിയ അതേപോലെ വേറൊരു ചാനലിലേക്കുമാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. നമുക്കൊക്കെ അത് ഒരുപാട് സന്തോഷം തന്നെ കാര്യമല്ല. ഈ താങ്ക്സ് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് എന്താ പറയുക, ഞാൻ ഇത്രയധികം സപ്പോർട്ട് ചെയ്തിട്ട് ഇത്രയും ഒരു സക്സസ് ആയപ്പോഴാണ് എല്ലാവരിലേക്ക് എത്തി, എല്ലാവരും പോസിറ്റീവായി കമൻസ് ഒക്കെ നൽകിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ഒരു തുടക്ക സമയം മുതൽ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഏട്ടനാണ്, എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ ആളുടെ സപ്പോർട്ടും ഞാൻ എപ്പോഴും ഉണ്ടാവും. ഇടയ്ക്കൊക്കെ ഇങ്ങനെ വീക്കായിട്ടൊക്കെ വീഡിയോസ് വരുമ്പോൾ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാതൊക്കെ ഇരിക്കുമ്പോൾ എൻ്റെ ഏട്ടൻ ഞാൻ അങ്ങനെ എൻ്റെ ഏട്ടാ നമ്മുടെ ഒന്നും ശരിയാവുന്നില്ല അല്ലേ എന്നൊക്കെ ഒരു സങ്കടമൊക്കെ ഞാൻ ആളായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ആൾ പറയും, സാരില്ല എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ നീ ചെയ്യുന്നത്, അതിന് നീ ഹാപ്പി അല്ലേ. അപ്പോൾ നമുക്ക് പറ്റുന്നത് പോലെ ചെയ്തിട്ട് മുന്നോട്ട് പോകാം. മറ്റുള്ളവർ പറയണ ഒന്നും നീ മെയിൻ ചെയ്യേണ്ട. മറ്റുള്ളവർ ഈ നെഗറ്റീവൊക്കെ പറയുമ്പോൾ ഞാനതൊക്കെ ഏട്ടനായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ ആൾ പറയും നീ അതൊന്നും മെയിൻ ചെയ്യേണ്ട, നമുക്ക് എന്താണോ ഉള്ളത് നമ്മൾ അത് വെച്ചിട്ട് മുന്നോട്ട് പോകാം. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ നോക്കിയിട്ടാണെങ്കിൽ നമുക്കിതൊന്നും വേണ്ട. നമ്മുടെ സന്തോഷം എന്താണോ, നമുക്ക് എന്താണോ പറ്റുന്നത്, നമുക്കുള്ളതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തിയിട്ട് പോകാന്നുള്ളതാണ് ആളും പറയുക. അപ്പോൾ ആളുടെ ഒരു ബലവും ധൈര്യവും എല്ലാം കാരണമാണ് ഇത്രയും വർഷമായിട്ടും ഇതിൽ ഞാൻ പോകാനായിട്ട് ഒറ്റ ഒരു കാരണം എൻ്റെ ഏട്ടൻ മാത്രമാണ്. കുട്ടിക്കാലത്തൊക്കെ അച്ഛൻ്റെ അമ്മേൻ്റെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അവരൊന്നിനും നോന്ന് പറഞ്ഞിട്ടില്ല. കല്യാണത്തിന് ശേഷം നമുക്ക് പാർട്ട്ണറിന് നല്ലൊരു സപ്പോർട്ട് വേണം. അത് ദൈവം അനുഗ്രഹിച്ചിട്ട് എനിക്കുണ്ട്. അറിയാതെ വീഡിയോ ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. എന്താ വെച്ചാൽ
ഒരു ചെറിയൊരു റീല് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആ സന്തോഷം കൊണ്ട് ഒരു സന്തോഷം കണ്ടിട്ടാണ്. സന്തോഷം കൊണ്ട് എനിക്കൊന്നും പറയാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു ലോങ് വീഡിയോ കഴിയാതെ ചെയ്യണമെന്ന്. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. ഒരു ബിഗ് താങ്ക് യു പറയണം. താങ്ക് യു.